നമസ്കാരം. ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയ്ക്കായി തെരഞ്ഞെടുത്ത ഇന്ത്യൻ ടീം സെലക്ഷനെതിരെ തുറന്നടിച്ചിരിക്കുകയാണ് മുൻ ഓപ്പണർ സദഗോപൻ രമേശ്. രോഹിത് ശർമ്മയെ മാറ്റി പകരം ശുഭ്മൻ ഗില്ലിനെ ക്യാപ്റ്റനാക്കിയാണ് ഇന്ത്യൻ ടീമിനെ അജിത് അഗാർക്കറിന് കീഴിലുള്ള സെലക്ഷൻ കമ്മിറ്റി തെരഞ്ഞെടുത്തത്. പുതിയ വൈസ് ക്യാപ്റ്റനായി മധ്യനിര ബാറ്റർ ശ്രേയസ് അയ്യരെയും നിയമിച്ചിരിക്കുകയാണ്. മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ, വെറ്ററൻ സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജ, മിസ്റ്ററി സ്പിന്നറായ വരുൺ ചക്രവർത്തി എന്നിവരൊന്നും ടീമിൽ ഇടം നേടിയിട്ടില്ല. ഈ മാസം 19-നാണ് 3 മത്സരങ്ങളുടെ പരമ്പര ആരംഭിക്കുന്നത്. ഓസ്ട്രേലിയൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ ഏകദിന ടീമിൽ വെറ്ററൻ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയെ ഉൾപ്പെടുത്താതിരുന്ന തീരുമാനത്തെയാണ് സദഗോപൻ രമേശ് ചോദ്യം ചെയ്തിരിക്കുന്നത്. സ്വന്തം യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UAEയിൽ ഈ വർഷമാദ്യം നടന്ന ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ജഡേജ ടീമിന്റെ ഭാഗമായിരുന്നു. ന്യൂസിലാൻഡുമായുള്ള കലാശപ്പോരിൽ 10 ഓവറിൽ 30 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 1 വിക്കറ്റും അദ്ദേഹം വീഴ്ത്തി. 2 ഇടംകയ്യൻ സ്പിന്നർമാരെ ഓസ്ട്രേലിയയിൽ കളിപ്പിക്കുക സാധ്യമല്ലെന്നും UAEയിലെ സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് ജഡേജയെ ടീമിലെടുത്തതെന്നുമാണ് ടീം പ്രഖ്യാപനത്തിന് ശേഷം മുഖ്യ സെലക്ടർ അജിത് അഗാർക്കർ പറഞ്ഞത്. അഗാർക്കറുടെ ഈ വിശദീകരണത്തിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് രമേശ്. എക്സ്ട്രാ സ്പിന്നറെ ഉൾപ്പെടുത്തിയത് കാരണമാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ രവീന്ദ്ര ജഡേജയെ ഇന്ത്യൻ ടീമിലെടുത്തതെന്നാണ് സെലക്ടർ പറയുന്നത്. അവൻ നിങ്ങൾക്ക് അധിക ബാധ്യതയാണോ? വൈറ്റ് ബോൾ ക്രിക്കറ്റിലെ ഇതിഹാസമാണ് ജഡേജ. നിങ്ങൾക്ക് അധികമായി ഒരാളെ വേണ്ടി വരുമ്പോഴാണോ അദ്ദേഹത്തെ ടീമിലെടുക്കാറുള്ളത്? ഇംഗ്ലണ്ടിലെ പ്രകടനം കാരണമാണ് ശുഭ്മൻ ഗില്ലിനെ ഏകദിന ക്യാപ്റ്റനായും T20യിലെ വൈസ് ക്യാപ്റ്റനായും നിയമിച്ചതെന്നാണ് നിങ്ങൾ പറഞ്ഞത്. പക്ഷേ ജഡേജയും ഇംഗ്ലണ്ടിൽ നല്ല പ്രകടനം നടത്തിയ താരമാണെന്നും രമേശ് ചൂണ്ടിക്കാട്ടി. വെസ്റ്റ് ഇൻഡീസിനെതിരെ സമാപിച്ച ആദ്യത്തെ ടെസ്റ്റിൽ രവീന്ദ്ര ജഡേജ സെഞ്ചുറി നേടുന്നതിനൊപ്പം 4 വിക്കറ്റുകളും വീഴ്ത്തിയിരുന്നു. ഇതേ വെസ്റ്റ് ഇൻഡീസ് ടീമിനെതിരെ സെഞ്ചുറി അടിച്ചത് കാരണമാണ് ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയിൽ ധ്രുവ് ജുറേലിനെ നിങ്ങൾ ഉൾപ്പെടുത്തിയത്. ശുഭ്മൻ ഗില്ലിനും ധ്രുവ് ജുറേലിനും അവർ സമ്മാനം നൽകി. പക്ഷേ ജഡേജയോട് ഗുഡ് ബൈ പറഞ്ഞതായും രമേശ് കുറ്റപ്പെടുത്തി. ഏകദിന ഫോർമാറ്റിൽ മികച്ച റെക്കോർഡും ഏറെ അനുഭവ സമ്പത്തുമുള്ള താരമാണ് ജഡേജ. 204 മത്സരങ്ങളിൽ നിന്നും 231 വിക്കറ്റുകളെടുത്ത അദ്ദേഹത്തിന് ബാറ്റിംഗിൽ 32.62 ശരാശരിയുമുണ്ട്. മിസ്റ്ററി സ്പിന്നറായ വരുൺ ചക്രവർത്തിയെ ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയിൽ തഴഞ്ഞതിനെയും സദഗോപൻ രമേശ് ചോദ്യം ചെയ്തു. മറ്റു സ്പിന്നർമാർ എത്ര തന്നെ മിടുക്കരാണെങ്കിലും ടീമിലെ എക്സ് ഫാക്ടറാവുന്നയാൾ വരുൺ ചക്രവർത്തിയാണ്. അവനെയും നിങ്ങൾ ഏകദിന ടീമിൽ നിന്നും തഴഞ്ഞു. എന്നിട്ടും ഹർഷിത് റാണയെ നിങ്ങൾ എല്ലായ്പ്പോഴും ടീമിൽ ഉൾപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും രമേശ് തുറന്നടിക്കുന്നു.